അതെ, കോൺഗ്രസും അതുപോലെ തന്നെ UDF-ഉം വലിയ ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കണ്ടിരുന്നത്. അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബലാബലത്തിൽ മത്സരിക്കാനാവുമെന്നുള്ളൊരു ധാരണയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തോടുകൂടി അവർക്കൊരു കാര്യം മനസ്സിലായി, പാളയത്ത് തന്നെയാണുള്ളത് എന്ന്. സുധാകരനെ അനുനയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസങ്ങൾ അവർ മെനക്കെട്ടത്. പക്ഷേ അദ്ദേഹം ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് ഇപ്പോഴും അവസാനം വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. അപ്പോൾ കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് രൂപം നൽകിയിട്ടുള്ള ഒന്നായിരിക്കും ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കോൺഗ്രസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ടേമിലേക്കുള്ള യാത്ര അതിശക്തിയായ രീതിയിൽ ജനങ്ങളാകെ ഏറ്റെടുത്തിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ്. 3ാം ടേം എന്ന് പറയുന്നത് ഏതെങ്കിലും മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ MLA-മാർക്കോ വേണ്ടിയല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് 3ാം ടേമിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളത്. അതിന്റെ യാത്രയിൽ ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളാണ് കേരള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ പൊതുവെ കേരളത്തിലാകെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ആരെപ്പറ്റിയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കാനാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ആര് അല്ല, ഞങ്ങളത് ഇന്ന് പ്രഖ്യാപിക്കും. അബ്ദുറഹ്മാൻ എവിടെയാണ് മത്സരിക്കേണ്ടത് എന്ന് അബ്ദുറഹ്മാൻ സ്വതന്ത്രനല്ലേ, സ്വതന്ത്രമായ രീതിയിൽ അത് കുഴപ്പമില്ല. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റത്തിന് വിധേയമാവാതെ എന്തെങ്കിലും ലോകത്തുണ്ടോ? അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന തന്നെയാണ്. ഇല്ല, അങ്ങനെ ആരും ഞങ്ങൾ പ്രത്യേകിച്ച് തരുന്നില്ല.